ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരനാണ്. മുരളിയുടെ നമസ്കാരം. ഇപ്പോൾ പ്രചാരണത്തിന്റെ ആദ്യഘട്ടം അതിന്റെ അവസാന ഭാഗത്തിലെത്തിയെന്നാണ് അറിയുന്നത് അല്ലെ? എങ്ങനെയാണ് അതിന്റെ ഒരു ആദ്യഘട്ടം ഏതാണ്ട് പൂർത്തിയായി, ഇനിയിപ്പോൾ രണ്ടാം ഘട്ടം തുടങ്ങുക. എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. വിജയ പ്രതീക്ഷ നന്നായിട്ടുണ്ട്. നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കില്ല. ഈ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് സർജിക്കൽ സ്ട്രൈക്ക് ആയിട്ടാണ് അങ്ങയുടെ തൃശ്ശൂരിലെ എൻട്രി വിലയിരുത്തിയിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ UDFന്റെ താഴെ തട്ട് മുതലേക്ക് പ്രവർത്തിക്കുക. എണ്ണയിട്ട യന്ത്രം പോലെയാണ് UDF നേതൃത്വവും താഴെ തട്ടിലൊക്കെ പ്രവർത്തനം. ഇത് മുൻവിധികൾ പലതും ഉണ്ടായിരുന്നു. കെ കരുണാകരന്റെ മക്കൾ തൃശ്ശൂരിൽ ജയിക്കില്ല എന്നുള്ള പ്രചാരണം ഒരു വശം നടക്കും. അത് ഇത്തവണത്തോടെ ആ പ്രചരണം അവസാനിക്കും. അത് അവസാനിപ്പിക്കും തീർച്ചയായിട്ടും. അത് ജനങ്ങൾ തവണ കോൺഗ്രസിന്റെയും UDFന്റെയും ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ നല്ല വിജയം തവണ തൃശ്ശൂരുണ്ടാവും. മറ്റ് രീതിയിലുള്ള എല്ലാ പ്രചരണങ്ങളും അത് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണങ്ങളാണ്. അത് ഇനി ഈ മണ്ണിൽ ചെലവാവില്ല. ഈ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ തൃശ്ശൂരിൽ മുഖ്യ പ്രചരണ വിഷയമാക്കിയെടുത്തിട്ടുള്ളത്? അല്ല, ഇന്ത്യയിൽ കോൺഗ്രസ് വരേണ്ടതിന്റെ അനിവാര്യത. BJPയെ നേരിടാൻ ശക്തിയുള്ള ഏക പാർട്ടി കോൺഗ്രസ്സാണ് ഇന്ത്യ രാജ്യത്ത്. ഇടതുപക്ഷം രണ്ട് വെള്ളത്തിലും ചവിട്ടുകയാണ്. ഇവിടെ കോൺഗ്രസിനെ കുറ്റം പറയുക. മറ്റ് സ്റ്റേറ്റുകളിൽ കോൺഗ്രസിനോടൊപ്പം സഖ്യം, ബംഗാളിൽ സഖ്യം, ത്രിപുരയിൽ സഖ്യം, രാജസ്ഥാനിലും സഖ്യം. അങ്ങനെയുള്ള പാർട്ടിയാണ് ഇവിടെ വന്ന് കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു ദേശീയ നയമില്ല. ദേശീയ നയമില്ലാത്ത പാർട്ടിയായി ഇടതുപക്ഷം മാറി. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അനിവാര്യത. ഇത് രണ്ടുമാണ് ഞങ്ങളുടെ മുഖ്യ പ്രചരണം. ഈ CAA വിഷയത്തിൽ നമുക്കറിയാം സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധം, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇടതുപക്ഷം മുഖ്യമന്ത്രിയാണ് അവരുടെ പ്രചാരണത്തിന് മുൻകൈ എടുത്ത് നടക്കുന്നത്. എങ്ങനെ കാണുന്നു ഈ കേസുകൾ? അന്ന് സമരം ചെയ്തവർക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് പിൻവലിച്ചില്ല. മുഖ്യമന്ത്രി കേന്ദ്രത്തിനെ സന്തോഷിപ്പിക്കാനും കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങാനും ഉള്ള ഒരു എന്താ പറയേണ്ടത്, രണ്ട് വെള്ളത്തിലും കാലിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കറിയാം, മൈനോറിറ്റിക്കറിയാം. അവർക്ക് ഈ കാര്യത്തിൽ അവർ ഒരിക്കലും മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കില്ല പൂർണ്ണമായിട്ടും. കാരണം ഈ നിയമം നടപ്പാക്കാതിരിക്കേണ്ടത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യമാണ്. അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും കേരളത്തിലെ മൈനോറിറ്റി സ്വീകരിക്കില്ല. ഈ മുസ്ലിം സമുദായ സംഘടനകൾ പലതും മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്, സജീവമായിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. CM-ഉം സംസ്ഥാന സർക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനൊക്കെ എങ്ങനെ കാണുന്നു? ഈ പറയുന്ന പലരുടെയും പേരിൽ ഇപ്പോഴും കേസുകളുണ്ട്. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള CM-നെ ഉയർത്തി കാണിക്കുന്ന ഒരു പരിപാടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചെലവാവില്ല. തൃശ്ശൂരിലേക്ക് വരികയാണെങ്കിൽ സുനിൽകുമാറും സുരേഷ് ഗോപിയും രണ്ടുപേരും, സുരേഷ് ഗോപി വളരെ മുമ്പ് പ്രചരണം തുടങ്ങി, സുനിൽകുമാർ അങ്ങേക്ക് മുമ്പ് പ്രചരണം തുടങ്ങി. എങ്ങനെ കാണുന്നു എതിർ സ്ഥാനാർത്ഥികളെ? അല്ല, ഇപ്പൊ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ, വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലല്ലോ, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടല്ലേ. അതിൽ കോൺഗ്രസിന്റെ ആശയങ്ങളെ ജനങ്ങൾ അംഗീകരിക്കും. അതാണ് എന്റെ പ്രതീക്ഷ. ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നൊരു മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സാന്നിധ്യം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പല പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല ഗിമ്മിക്കുകളിൽ നിന്നൊക്കെ എതിരാളികൾ പറയുന്ന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന്റെയും സുരേഷ് ഗോപിയും ഭാഗത്തുനിന്നുണ്ടാവുന്നു. കോൺഗ്രസിന്റെ എങ്ങനെയാണ് ഇത് നേരിടുന്നത്? അല്ല, അതൊന്നും ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വേണം ഇലക്ഷനെ നേരിടാൻ. അല്ലാതെ വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ല പ്രചരണം നടത്തേണ്ടത്. ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള മാന്യത പുലർത്തണം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഇടതുപക്ഷവും പിന്നെ BJPക്ക് അങ്ങനത്തെ ഒരു ഏർപ്പാടേ ഇല്ല, അവരൊട്ടും കാണിക്കില്ല. ഏതായാലും ഇതിനെയൊക്കെ ജനങ്ങൾക്കറിയാം. ജനങ്ങളും പത്രം വായിക്കുന്നവരും TV കാണുന്നവരുമാണ്. അതുകൊണ്ട് ഇതൊന്നും ഈ മണ്ണിൽ ചെലവാവില്ല. എങ്ങനെ ഈ ഇപ്പോൾ കുറേ ദിവസമായി പത്മജ BJPയിലേക്ക് പോയിട്ട് അവർ പല വേദികളിലും സജീവമായിട്ടെന്ന് പറയുന്നത് കരുണാകരന്റെ മക്കളെ കോൺഗ്രസ് ജയിപ്പിക്കില്ല, കരുണാകരന്റെ മക്കളെ തൃശ്ശൂരിൽ ജയിപ്പിക്കില്ല എന്നുള്ളതാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് മറുചേരിയിൽ നിന്നിട്ട് അതിന് വ്യക്തിപരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്? അതിനൊരു പ്രയാസവും. അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ല, അത് മൊത്തത്തിൽ നടത്തുന്ന ഒരു പ്രചരണമാണ്. അത് ഇത്തവണ ഇവിടെ ആവർത്തിക്കില്ല. കാലം മാറി, അതിനനുസരിച്ച് സാഹചര്യങ്ങളും മാറിയിട്ടുണ്ട്. കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് പോലെ, ഒറ്റക്കെട്ടായിട്ട് UDF ഒറ്റക്കെട്ടാണ്. എങ്ങനെയുണ്ട് ഈ ഇതുവരെയുള്ള പ്രചരണ റെസ്പോൺസ്? ഇതുവരെയുള്ളത് പൂർണ്ണ സംതൃപ്തിയുണ്ട്. ഒരുപാട് സമയം കൂടുതൽ കിട്ടുന്നത് എങ്ങനെ കാണുന്നു പ്രചരണത്തിന്? രണ്ട് കാര്യമാണ്. ഒന്ന് കാലാവസ്ഥ, രണ്ട് സാമ്പത്തികം. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ സമയം കിട്ടുമ്പോൾ വരുന്ന പ്രയാസങ്ങൾ. ഇത് രണ്ടും പ്രയാസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കാലാവസ്ഥയേക്കാൾ കൂടുതൽ സാമ്പത്തികമാണ് ഇത്തവണ പാർട്ടി അലട്ടുന്നത്. അത് ഈ പല അക്കൗണ്ടുകളും തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് ഞെരുക്കുകയാണ് പാർട്ടിയെ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേതായാലും അതിനെ മറികടന്നല്ലേ പറ്റൂ. അതുകൊണ്ട് ആ രീതിയിൽ നല്ല രീതിയിൽ പ്രചാരണം നടക്കുന്നുണ്ട്.
രാഹുൽ ഗാന്ധി 2-ാം തീയതി 3-ാം തീയതി ആയിട്ടാണ് വയനാട്ടിലേക്ക് വരുന്നത് പറയുന്നത്. അദ്ദേഹം കേരളം മുഴുവൻ പ്രചരണത്തിനുണ്ടാവും എപ്പോഴും. തീർച്ചയായിട്ടും അദ്ദേഹം കേരളം മുഴുവൻ പ്രചരണത്തിനുണ്ടാവും. അദ്ദേഹം തന്നെയല്ലേ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നണിയിലുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? പിന്നെ അതിൽ എന്താ സംശയം എന്താ? അതെല്ലാവർക്കും അറിയാലോ. അക്കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഇല്ല. ഇടതുപക്ഷത്തിന് മാത്രമേ സംശയമുള്ളൂ കൊണ്ടല്ലേ? അവർക്ക് കേരളത്തിലെ സംശയമുള്ളൂ, കേരളത്തിന് പുറത്ത് സംശയമില്ല.